എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. ആറാട്ടണ്ണൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. വെള്ളിയാഴ്ച ദിവസം ഉണ്ടെങ്കിൽ വനിതാ വിനീത തിയേറ്ററിന് മുന്നിൽ എറണാകുളത്ത് എപ്പോൾ പോയാലും കാണാൻ പറ്റുന്നൊരു വ്യക്തിയാണ്. അതിപ്പോൾ ഏത് സിനിമ ആയിക്കോട്ടെ, അദ്ദേഹം വരുന്നു, അദ്ദേഹം ആ സിനിമ കാണുന്നു, അതിനെക്കുറിച്ച് 10 പറയുന്നു. അത് റിവ്യൂ എന്നൊന്നും പറയാൻ പറ്റില്ല, 10 പറയുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വൈറലായ ഒരു മനുഷ്യനാണ് ആറാട്ടണ്ണൻ. അതും ആറാട്ട് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് ലാലേട്ടൻ ആറാടുകയാണ്, മോഹൻലാൽ ആറാടുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വൈറലായ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ആറാട്ടണ്ണൻ്റെ പിൻഗാമികളായിട്ട് കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അലൻ ജോസ് പെരേര, അവിടെ തുടങ്ങി എന്തോ കിംബോച്ചെ അങ്ങനെ എന്തോ പേരിൽ ഒരാൾ, അപ്പോൾ അവിടെ എത്തി നിൽക്കുന്നു. ഇതിനിടയ്ക്ക് ജയിലർ അണ്ണൻ, അങ്ങനെ കുറേ അണ്ണന്മാർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആറാട്ടണ്ണൻ ഫീൽഡ് ഔട്ട് ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അന്നത്തെ ആറാട്ടണ്ണനല്ല ഇപ്പോൾ. നമുക്കൊരു കാര്യം ചെയ്യാം, ആറാട്ടണ്ണന് പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തു. ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ റിലീസായി, അത് റിവ്യൂ ചെയ്ത അല്ലെങ്കിൽ തൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞ് ഉണ്ണി വ്ളോഗിനെ അതിൻ്റെ പ്രൊഡ്യൂസർ വിളിച്ചിട്ട് തെറി പറഞ്ഞ വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേക്കുറിച്ചും വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ആറാട്ടണ്ണൻ പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേട്ട് പോയിട്ട് കുറച്ച് സംസാരിക്കാം. ആറാട്ടണ്ണൻ പറയുന്ന കാര്യങ്ങൾ ഇപ്പോഴത്തെ ആറാട്ടണ്ണനെയും പഴയ ആറാട്ടണ്ണനെയും നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. എന്താണ് ആറാട്ടണ്ണന് വന്ന മാറ്റം, എന്തുകൊണ്ട് ആറാട്ടണ്ണൻ ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നു എന്നൊക്കെ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇവൻ ആരടാ ഇയാളെ അനലൈസ് ചെയ്യാൻ, അയാളൊരു വഴി കൂടെ പോട്ടെ എന്നൊക്കെ വിചാരിക്കും. പൊക്കോട്ടെ. എനിക്ക് ശരിക്കും ഈ ആറാട്ടണ്ണൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ തമാശ തോന്നി. അപ്പോൾ ഈ വീഡിയോയും ഈ റിയാക്ട് ചെയ്യുന്ന വീഡിയോയും നിങ്ങൾ തമാശ രൂപേണ കണ്ടാൽ മതി. എനിക്കെന്തോ അയാളൊരു നിഷ്കളങ്കനാണ്, സംഭവം ശരിയാണ്. പക്ഷേ ചില സമയങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നവർക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ആറാട്ടണ്ണൻ എന്താണ് പറയാനുള്ളതെന്നൊന്ന് കേട്ട് നോക്കാം. അതിന് ഉണ്ണിയോട് വിളിച്ചിട്ട് എന്ത് കാര്യം? പടം കൊണ്ടുപോയില്ല എന്ന കാര്യം. ഭയങ്കര പേടിയുള്ള ആളാന്ന് തോന്നുന്നു. പെട്ടെന്ന് പുള്ളിക്ക് പേടിയാന്ന് തോന്നുന്നു എല്ലാവരെയും. പിന്നെ പുള്ളി നമ്മളുടെ സീക്രട്ടൈന് പോസിറ്റീവ് കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ DNA കൊടുത്ത ആളാണ്. ഇറങ്ങണ പോകുമ്പോൾ 2 ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായി പടം കൊണ്ടുപോയില്ല. പിന്നെ ഞാൻ അഭിനയിച്ച ഞാൻ സത്യസന്ധ റിവ്യൂ കൊടുത്തത്. പിന്നീട് മാറ്റി പറയാൻ കാരണം അതിന്റെ റിവ്യൂ സിനിമയെ ബാധിച്ചാൽ സിലിയ അബ്രഹാം മേഡം വിളിച്ചു പറഞ്ഞു. അതായത് നമ്മുടെ ആറാട്ടണ്ണൻ ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, അബാം മൂവീസ് ആണ് പ്രൊഡക്ഷൻ. അബ്രഹാം മാത്യു കഴിഞ്ഞ ദിവസം ഉണ്ണി വ്ളോഗ്സിനെ വിളിച്ച് തെറി പറഞ്ഞ ആ വ്യക്തിയാണ് പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അതിൽ ആറാട്ടണ്ണനും അലൻ ജോസ് പെരേരയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ ആ സമയത്ത് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആറാട്ടണ്ണൻ പറഞ്ഞ റിവ്യൂ വളരെ മോശമായിരുന്നു, പടം പൊട്ടപ്പടമാണ് എന്നൊക്കെയാണ് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പുള്ളി ഇത് മാറ്റി പറഞ്ഞു. എങ്ങനെയുണ്ട് എൻ്റെ തന്ത്രം, നെഗറ്റീവ് റിവ്യൂ പറഞ്ഞപ്പോൾ ഞാൻ ആൾക്കാർ കയറിയത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പടത്തിന്റെ പോസിറ്റീവ് സൈഡ് പറഞ്ഞു. അത് പറയാനുണ്ടായ കാരണം ആറാട്ടണ്ണൻ പറയുന്നത്, ഈ പടത്തിന്റെ പ്രൊഡ്യൂസറുടെ വൈഫ്, ഞാൻ പേര് പറയുന്നില്ല, ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്തിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ റിവ്യൂ കാരണം ആ പടം ഫ്ലോപ്പായി പോയി, അതുകൊണ്ട് മാനുഷിക പരിഗണന കാരണമാണ് ഞാൻ അത് മാറ്റി പറഞ്ഞത് ഇൻ ദ സെൻസ് ആ പടത്തിലെ പോസിറ്റീവ് സൈഡ്സ് ഞാൻ ഒന്ന് എടുത്തു പറഞ്ഞത് എന്നാണ് ആറാട്ടണ്ണൻ പറയുന്നത്. ബാക്കി നമുക്ക് നോക്കാം. ഞാൻ കൊടുത്ത റിവ്യൂ സിനിമയെ ബാധിച്ചു വന്നു. ഒന്നുമില്ലെങ്കിൽ ഒരുപാട് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലേ, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടില്ലേ, അതിന്റെ പേരിൽ ഒരു മനുഷ്യത്വപരമായിട്ടാണ് ഞാൻ വേറെ നല്ല ഭാഗം മാത്രം പറഞ്ഞത്. മാച്ച് അപ്പീലുണ്ട്. വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കോൺടാക്ട് ഉണ്ടായിരുന്നു. അവരാണ് അങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വിളിച്ചപ്പോൾ പുള്ളി അങ്ങോട്ട് വിളിച്ചതാ കേട്ടോ, ആൾ ഇങ്ങോട്ട് വിളിച്ചതല്ല, പുള്ളി അങ്ങോട്ട് വിളിച്ചതാണ്. അവരുടെ സിനിമയെ, എന്റെ റിവ്യൂ അവരുടെ സിനിമയെ ബാധിച്ചെന്ന് പറഞ്ഞു. അപ്പൊ അവരുടെ ഭർത്താവ് ഉണ്ണിലോനെ വിളിച്ച് തെളിവിച്ചു കൊണ്ടു എന്ന് പറയണം. പടം ഗുണമില്ലെങ്കിൽ എന്ത് കാര്യം? ഒരു പടം കൊണ്ടാവാതെ എത്ര മാർക്കറ്റ് ചെയ്തിട്ടും കാര്യമില്ല. ആ പടത്തിൽ കോമഡി വർക്കൗട്ട് ആയിട്ടില്ല. ഒരു പടം നന്നാവാതെ എത്ര മാർക്കറ്റ് ചെയ്തിട്ടും ഒരു കാര്യമില്ല. അപ്പൊ ആറാട്ടണ്ണന്റെ ഇപ്പോഴത്തെയും അഭിപ്രായം ആ പടം കൊള്ളില്ല എന്ന് തന്നെയാണ്. ആ പടത്തിന്റെ പോസിറ്റീവ് സൈഡ് പറഞ്ഞതേ ഉള്ളൂ, പക്ഷെ മൂവി ടോട്ടലി കൊള്ളത്തില്ല എന്ന് തന്നെയാണ് പുള്ളിയുടെ അഭിപ്രായം. അപ്പൊ ഈ പറയുന്ന, അതായത് ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച ആൾ തന്നെ പറയുന്നു അത് കൊള്ളത്തില്ല, പൊട്ടപ്പടമാണ്, എടുക്കുന്ന ആൾക്ക് ആ ഒരു ബോധം വേണ്ട എന്നൊക്കെയാണ് ആറാട്ടണ്ണൻ ചോദിക്കുന്നത്. നമുക്ക് കേട്ട് നോക്കാം. ഇനി ഒരു അതിന് മുമ്പ് കുറെ പ്രൊമോഷൻ നടത്തി ഇവർക്കൊരു സിനിമാ ബോധം വേണ്ടേ? ഈ സിനിമ വിജയിക്കോ ഇല്ലയോ ഉണ്ടാക്കുന്ന ആൾക്കാർ. പിന്നെ എന്തുകൊണ്ടാണ് പോസിറ്റീവ് പറഞ്ഞു? പോസിറ്റീവായിട്ട് ഒരു മനുഷ്യത്തിന്റെ പേരിൽ അവരുടെ സിനിമയെ ബാധിച്ചെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അവരുടെ കളക്ഷൻ അവരുടെ ഒരു മനുഷ്യത്വപരമായ രീതിയിലും പറഞ്ഞു. അത് ഞാൻ മാറ്റിയല്ല പറഞ്ഞത്, അതിന്റെ പോസിറ്റീവ് കാര്യം മാത്രം പറഞ്ഞു. മാസ് അപ്പീലുണ്ട്, ഇങ്ങനെ പോസിറ്റീവ് കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അത് ഒരു മനുഷ്യത്വപരമായ കാര്യമാണ്. കാരണം ഇവർ ഒരുപാട് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു മനുഷ്യത്വപരമായിട്ട് മാത്രമാണ് ഞാൻ പോസിറ്റീവ് സൈഡ് മാത്രം പറഞ്ഞത്, മാറ്റിയല്ല പറഞ്ഞത്. പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് ഒന്നും പറയാതെ പോസിറ്റീവ് മാത്രം പറഞ്ഞു. കണ്ടോ നിങ്ങൾ അതിലെ തെറ്റ് പറയുന്നത്. പുള്ളി മാറ്റി പറഞ്ഞിട്ടില്ല. പുള്ളി പറഞ്ഞത് എന്താണ്, അതിന്റെ പോസിറ്റീവ് സൈഡ് മാത്രമാണ്. ഒരിക്കലും ആള് പറഞ്ഞ വാക്കുകൾ മാറ്റി പറഞ്ഞിട്ടില്ല. അതായത് പറഞ്ഞ നെഗറ്റീവ് ഒന്നും വീണ്ടും പറഞ്ഞിട്ടില്ല, പകരം ആ പടത്തിന്റെ പോസിറ്റീവ് സൈഡ് പറഞ്ഞു. എന്തുകൊണ്ടാ പറഞ്ഞേ? മാനുഷിക പരിഗണന. ഇനി ഇത് ഞാനൊന്ന് തിരിച്ചു ചോദിക്കൂട്ടോ ആറാട്ടണ്ണനോട്, എപ്പോഴാണെന്നറിയോ? ബാക്കി കാണാം. അത് മനുഷ്യത്വപരമായ ഒരു തിങ്കിങ് ആണ്, അല്ലാതെ എനിക്ക് അല്ലാതെ കാശിട്ടാൻ വേണ്ടി ഒന്നല്ല. എന്റെ പടയെ കൊണ്ട് പെരേര കാണിക്കുന്ന സ്വാർത്ഥനല്ലേ, പുള്ളി അഭിനയിച്ച പടയെ കൊണ്ട് പുള്ളി പൊക്കി പറയാണ്. ആദ്യം പുള്ളി കുത്തുന്നത് പെരേരക്കിട്ടാണ്. അതായത് പുള്ളി ഈ പറയുന്ന റിവ്യൂ പറഞ്ഞ് വൈറലായതിനു ശേഷം തലപൊക്കിയ ഒരു മഹാനുഭാവനാണ്
അലൻ ജോസ് പെരേര. അതിനിടയ്ക്ക് ഒരു പീഡന കേസും കാര്യങ്ങളൊക്കെ, ഒരു ട്രാൻസ്ജെൻഡറെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നോ അങ്ങനെ എന്തൊക്കെയോ കേസുകൾ, എനിക്കറിയില്ല കേട്ടോ, അങ്ങനെ എന്തൊക്കെയോ കേസുകൾ പുള്ളിയുടെ പേരിലൊക്കെ വന്നു. അങ്ങനെ ഒരു കോൺട്രവേഴ്സിയും അല്ലെങ്കിൽ ഒരു അലിഗേഷനൊക്കെ നേരിട്ട് വന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ അലൻ ജോസ് പെരേരയും ഈ പടത്തിനകത്തുണ്ട്. അപ്പോൾ അലൻ ജോസ് പെരേര അഭിനയിച്ചത് കൊണ്ടാണ് അലൻ ജോസ് പെരേര ആ പടത്തെ പ്രൊമോട്ട് ചെയ്തത്, ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത്. അതിപ്പോൾ ആരായാലും ചെയ്യുന്ന കാര്യമാണ്. എത്ര പൊട്ട പടമാണെങ്കിലും, ഇപ്പം ഞാൻ അഭിനയിക്കുന്ന ഒരു പടം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു പടം ഉണ്ടെങ്കിൽ, എത്ര മോശം പടമാണെങ്കിലും നല്ല നല്ല മൂവി ആട്ടോ, ഞാൻ അഭിനയിച്ചതാണ് അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്ത പടമാണ് എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ഒരിക്കലും അവനവൻ്റെ കഞ്ഞിയിൽ ആരും പാറ്റയിടത്തില്ല. പടം നമ്മളെ വിജയ പടമാണെങ്കിലും മോശമാണെങ്കിൽ മോശം പറയണം, നമ്മളെ വിജയ പടമാണ്. പക്ഷെ അത് വേറെ ആൾ ബാധിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇനി നമ്മൾ അഭിനയിച്ച പടമാണെങ്കിലും മോശമാണെങ്കിൽ മോശമാണെന്ന് തന്നെ പറയണം. ആറാട്ടണ്ണൻ സത്യസന്ധനാണ്. ഞാൻ അഭിനയിച്ച പടമാണെങ്കിലും ഞാൻ മോശമാണെങ്കിൽ മോശം തന്നെ പറയത്തുള്ളൂ. ഇതാണ് ആറാട്ടണ്ണൻ്റെ വേർഷൻ. ഇവിടെ പറയുന്ന റിവ്യൂ അല്ല, ഇവിടെ പറയുന്ന അഭിപ്രായമാണ്. പെരേര ഞാനും കൊടുക്കുന്നൊന്നും കൊടുക്കുന്നതൊന്നും റിവ്യൂ അല്ല. സമ്മതിച്ചേ, പെരേര ഞാനും കൊടുക്കുന്നതൊന്നും റിവ്യൂ അല്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ റിവ്യൂവർ അതായത് ആറാട്ടണ്ണന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും ഫിലോസഫർ, പിന്നെന്താ ഫ്രീ തിങ്കർ, റിസർച്ച് സ്കോളർ, റിവ്യൂവർ, ആക്ടർ, ആങ്കർ, ഇങ്ങനെ കുറേ വിശേഷണങ്ങൾ ആറാട്ടണ്ണന്റെ പ്രൊഫൈലിൽ വെച്ചിട്ടുണ്ട്. എന്തിനാ ഈ റിവ്യൂവർ എന്ന് വെച്ചേക്കുന്നത്? നിങ്ങൾ ചെയ്യുന്നത് റിവ്യൂ അല്ല, അഭിപ്രായമാണ് പറയുന്നതല്ലേ നിങ്ങൾ പറഞ്ഞത്. അപ്പൊ എന്തിനാ റിവ്യൂവർ എന്ന് വെച്ചേക്കുന്നത്? അഭിപ്രായമാണ്. പെരേര അവിടെ ജെന്യൂൻ റിവ്യൂ കൊടുത്തിരിക്കുന്നത്. എല്ലായിടത്തും സിനിമാക്കാരും സൂചിപ്പിക്കാൻ വേണ്ടി പൊക്കി പറയാനല്ലേ. പാവം പുള്ളി പെരേരയുമായിട്ട് എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. ഫുള്ളങ്ങ് അടിക്കുകയാണ്. പെരേര എവിടെയാ ജെന്യൂൻ റിവ്യൂ കൊടുത്തേക്കുന്നത്? സിനിമാക്കാരെ പൊക്കി പറയുന്നതല്ലേ. അപ്പോൾ പെരേര ഇത്രയും കാലം ചെയ്ത അഭിപ്രായ പ്രകടനങ്ങളൊന്നും പുള്ളി കാര്യമായിട്ട് അല്ലെങ്കിൽ പുള്ളിയുടെ മനസ്സ് തട്ടി പറഞ്ഞ ജെന്യൂൻ റിവ്യൂസ് അല്ല, ജെന്യൂൻ അഭിപ്രായങ്ങളല്ല എന്നാണ് പെരേരയുടെ ഒറ്റത്തോഴനായ ആറാട്ടണ്ണൻ പറയുന്നത്. വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. ആറാട്ടണ്ണൻ പറയുന്നത് കൊണ്ട് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ആറാട്ടണ്ണൻ ജെന്യൂനാണ്. ജെന്യൂനായ കാര്യങ്ങൾ മാത്രമേ ആറാട്ടണ്ണൻ പറയത്തുള്ളൂ. അപ്പോൾ വിശ്വസിക്കേണ്ടി വരും. അല്ല, അപ്പൊ ഈ ഇറങ്ങുന്ന എല്ലാ പടവും നല്ല പടം അറിയുന്ന എത്രയോ കച്ചറ പടങ്ങൾ ഇറങ്ങുന്നുണ്ട്. ഒന്നുമില്ലാത്ത പണ്ട് രാഷ്ട്രമാണ് മൂവി കൊടുത്ത റിവ്യൂ ശരിയല്ല. ഞാൻ രാഷ്ട്ര കണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഓരോ രാഷ്ട്രമാണ് മറ്റൊരു മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നെഗറ്റീവ് കൊടുത്തു പുള്ളി. ഈ സിനിമ ആശ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. ചിലർക്ക് ചില പടം ഇഷ്ടപ്പെടും. ഇപ്പൊ താണ്ഡവൻ പടം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. താണ്ഡവം, പ്രജ പോലെ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ റിവ്യൂയുടെ ആവശ്യമില്ലെന്ന് ഞാൻ പറയുന്നു. എന്താ കേട്ടില്ല, എനിക്ക് മനസ്സിലായില്ല. എന്താ ഇപ്പൊ പറഞ്ഞ ഒന്നുകൂടെ ഒന്ന് കേട്ട് വയ്ക്കാലോ. എന്താ പറഞ്ഞേ? ചിലർക്ക് ചില പടം ഇഷ്ടപ്പെടും. ഇപ്പൊ താണ്ഡവൻ പടം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. താണ്ഡവം, പ്രജ പോലെ സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ശരിക്കും പറഞ്ഞാൽ റിവ്യൂയുടെ ആവശ്യമില്ലെന്ന് ഞാൻ പറയുന്നു. റിവ്യൂവിന്റെ ആവശ്യമില്ലാന്ന് ഇതാരാ പറയണേ? ഒച്ചൊച്ചൊച്ചൊച്ചോ. ആറാട്ട് എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ പറഞ്ഞു വന്ന മനുഷ്യനാണ് ആറാട്ടണ്ണൻ. ആറാട്ടണ്ണൻ പറയാണ് റിവ്യൂവിന്റെ ആവശ്യമില്ലാന്ന്. ഓരോരുത്തർക്കും ഓരോ ആസ്വാദനമല്ലേ, അവരവരുടെ ഇഷ്ടത്തിനല്ലേ സിനിമ കാണത്തുള്ളൂ. അപ്പോൾ ഈ റിവ്യൂവിന്റെ ആവശ്യമില്ല എന്നാണ് ആറാട്ടണ്ണൻ പറയുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ആരെങ്കിലും ആറാട്ടണ്ണനെ വനിതയുടെയോ വിനീതയുടെയോ ഫ്രണ്ടിൽ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഓടിച്ചു വിടണം. പക്ഷേ എന്താ സംഭവം എന്നറിയോ? ഇപ്പം ആറാട്ടണ്ണൻ ഇത്തരം പരിപാടികൾക്കൊന്നും ഇറങ്ങുന്നില്ലാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ആരും അടുപ്പിക്കുന്നില്ലാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് റിവ്യൂവിൻ്റെ ആവശ്യമില്ല, റിവ്യൂവേഴ്സ് എല്ലാം പൊട്ടന്മാരാണ്, അല്ലെങ്കിൽ ജെന്യൂനിറ്റി ഇല്ലാത്ത ആൾക്കാരാണ് എന്ന് പറയുന്നത്. ഇപ്പം നിലപാടില്ലാത്തത് ആർക്കാണ്? എന്താണ് ആറാട്ടണ്ണ ഇങ്ങനെയൊക്കെ പറയുന്നത്? മോശമല്ലേ? ഇനിയും ആറാട്ടണ്ണൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഉണ്ണിയെ പറയുന്നുണ്ട്, അശ്വൻ കോക്കിനെ പറയുന്നുണ്ട്. നമുക്ക് അതൊക്കെ കേൾക്കണ്ടേ? സീക്രട്ട് ഏജന്റിനെയും പറയുന്നുണ്ട്. കേട്ടിട്ട് വരാം. കാരണം നമ്മൾ റിവ്യൂ കണ്ടിട്ട് പടം കാണാൻ പോകുമ്പോൾ നമുക്ക് നേരത്തെ ഒരു അഭിപ്രായം ഉണ്ടാവും, ഒരു മുൻകൂട്ടി കണ്ടിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അത് വിശകലനം ചെയ്യാനോ ആസ്വദിക്കാനോ പറ്റില്ല. റിവ്യൂയുടെ ആവശ്യമില്ല. എടോ മോനെ ആറാട്ടണ്ണ, താനൊക്കെ എത്രയോ പടങ്ങൾ തിയേറ്ററിന് മുന്നിൽ പോയി നിന്ന് മൂവി കണ്ടിട്ട് പുറത്തിറങ്ങി വലിച്ചു കീറി ഒട്ടിച്ചിട്ടുണ്ട്. എത്രയോ നല്ല നല്ല സിനിമകൾ. ആ താനാണ് ഇപ്പം വന്നിട്ട് ഈ ഡയലോഗ് അടിക്കുന്നത് അല്ലേ? തനിക്കൊക്കെ ഇമാതിരി ഊള ഡയലോഗ് അടിക്കുന്ന ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടത്? കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കുറേ അധികം സിനിമകളെ വലിച്ചു കീറി ഒട്ടിച്ചിട്ട് തിയേറ്ററിന് മുന്നിൽ വന്ന് തല്ല് വരെ കൊണ്ടു, ആ ലെവൽ വരെ ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് ഇപ്പം വന്നിരുന്ന് ഡയലോഗ് അടിക്കുകയാണ്. ഇതിപ്പോൾ അശ്വൻ കോക്കിനെ ഇഷ്ടപ്പെടാത്ത എത്ര പടം ഓടിയിരിക്കുന്നു. ഇതിപ്പോൾ ചില പടം ഇപ്പം വളരെ നല്ല പടം പറയുന്ന പടം ചിലർക്ക് ഇഷ്ടപ്പെടില്ല, വളരെ മോശമായ പടം ചിലർക്ക് ഇഷ്ടപ്പെടും. ഇപ്പൊ താണ്ഡവം, പ്രജല വളരെ മോശം പടമാണ്, അത് ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. എന്നാൽ വളരെ നല്ല പടങ്ങളായ തന്മാത്ര പടങ്ങൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഇതെല്ലാം റിലേറ്റീവ് അല്ലെ സബ്ജക്റ്റ്, അല്ലെങ്കിൽ ഓരോ ആൾക്കാർക്ക് മാറിക്കൊണ്ടിരിക്കും. ഓരോ ആൾക്കാർക്ക് ഓരോ ടേസ്റ്റാണ്. അപ്പോൾ റിവ്യൂയുടെ ആവശ്യമില്ല. നിങ്ങൾ പോയി പടം കാണുക, നിങ്ങൾ 100 പേരെ പോകുള്ളൂ. എനിക്കൊരു സംശയം, ആറാട്ടണ്ണൻ നീ മറ്റേ ബോധിവൃക്ഷത്തിന്റെ താഴെ എങ്ങനെ പോയിരുന്നോ? അല്പമൊക്കെ ബോധം വെച്ച പോലെയൊക്കെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഇത്രയും നാൾ കിളി പോയി നടക്കുന്ന പോലെയാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഇച്ചിരി ബോധം വെച്ച് ഇപ്പോഴാണ് ശരിക്കും ഇന്റലക്ച്വൽ എന്ന വേർഡ് ആറാട്ടണ്ണനിലേക്ക് ഇംപ്ലിമെൻ്റ് ആയെന്ന് തോന്നുന്നു. ഇപ്പോൾ പറയുക റിവ്യൂവിൻ്റെ ആവശ്യമില്ല, റിവ്യൂവേഴ്സിൻ്റെ ആവശ്യമില്ല,
നിങ്ങൾ പോയി പടം കാണും, ഒരു 100 രൂപയിലേ പോകുന്നുള്ളൂ. കുറച്ചുണ്ട് ഇത്, ഈ വീഡിയോ കുറച്ചുണ്ട്, ഒരു 8 മിനിറ്റോളം ഉണ്ട്. നമുക്ക് എന്തായാലും എല്ലാം ഇങ്ങനെ പറഞ്ഞു പോയില്ലെങ്കിൽ എനിക്കൊരു മനസാക്ഷി കുത്തുവരും, അതാ പ്രശ്നം. ഒരു ഞാൻ മാറ്റി പറയാൻ കാരണം മറ്റേ പറയാൻ കാരണം ഒരു 120 രൂപയാണ് ഒരു പ്രേക്ഷകന് കാശ് പോകുന്നത്. ഒരു പ്രൊഡ്യൂസറിന് എത്ര രൂപയാണ് പോകുന്നത്? ഇപ്പോൾ സിനിമ ഫ്ലോപ്പ് ആകുമ്പോൾ ഒരു പ്രേക്ഷകന് 100 അല്ലെങ്കിൽ 120 രൂപയെ ചിലവാകുള്ളൂ. പക്ഷേ പ്രൊഡ്യൂസറിന് എത്ര രൂപയാണ് നഷ്ടപ്പെടുന്നത്? എടോ, പ്രൊഡ്യൂസർ പടം പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് വെക്കണം, അത്ര തന്നെ. നഷ്ടം സഹിക്കാൻ വേണമെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യരുത്, അല്ലെങ്കിൽ നല്ല പടം പ്രൊഡ്യൂസ് ചെയ്യണം. ഒരു പടം ചെയ്യുമ്പോൾ ആ പടത്തിൻ്റെ സ്റ്റോറി കേൾക്കുമ്പോൾ ഇത് ആൾക്കാർക്ക് ദഹിക്കുന്ന സ്റ്റോറി ആണോ, ഇത് ആൾക്കാർ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നൊക്കെ ചിന്തിച്ചിട്ട് പടം ചെയ്യണം. അതല്ലെങ്കിൽ നഷ്ടം സഹിക്കാൻ കൂടി തയ്യാറാവണം. ഇനി നഷ്ടം വരുമ്പോഴേക്കും എൻ്റെ കോടികൾ പോയേ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന പടങ്ങളായിരിക്കണം. അപ്പോൾ കോടികൾക്ക് വിലയുണ്ട്. ഇവിടെ അത്താഴി ഭക്ഷണക്കാരൻ്റെ 100 രൂപയ്ക്ക് വിലയില്ല അല്ലേ? കോടിക്കണക്കിന്. ഈ റിവ്യൂയുടെ ആവശ്യമില്ല, റിവ്യൂ നിർത്തണം. അണ്ണനിപ്പം വലിയ വിലയൊന്നും ഇല്ലെന്നേ, അതുകൊണ്ടാണ് ഈ റിവ്യൂ നിർത്തണം ഇങ്ങനെ ഘോരം വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ആറാട്ടണ്ണൻ ഒരു കാര്യം ചെയ്യും, നാളെ ഒരു നിവേദനം ആർക്ക് കൊടുക്കണം? മുഖ്യമന്ത്രിക്ക് അയക്കണം. ഈ പറയുന്ന തിയേറ്റർ, ഈ സിനിമ കണ്ടിറങ്ങുന്ന ആൾക്കാർ അഭിപ്രായം പറയാൻ പാടില്ല, അങ്ങനെ ഒരു ഡിസ്ക്ലൈമർ എഴുതി തിയേറ്ററിൽ വെക്കണം, സ്ക്രീനിൽ കാണിക്കണം എന്നൊരു നിവേദനം മുഖ്യമന്ത്രിക്ക് കൊടുക്കണം. അതാണ് ചെയ്യേണ്ടത്. ഞാൻ പറയുന്നത് അത്രയേ ഉള്ളൂ, റിവ്യൂ നിർത്തണം. റിവ്യൂയുടെ ആവശ്യമില്ല. ഇത് സിനിമാക്കാർ സിനിമയെ ഒരു ഇതിലും ബെനിഫിറ്റ് ചെയ്യുന്നില്ല. 100-120 രൂപയിലേ പോകുള്ളൂ. പ്രൊഡ്യൂസറിന് എത്ര രൂപയെ പോകുന്നത്? നിങ്ങൾക്ക് സിനിമ ട്രെയിലർ കേട്ടാൽ മനസ്സിലാവില്ലേ പടം നല്ലതാണോ ഇല്ലയോ? നിങ്ങൾ എന്തിനാണ് ഈ റിവ്യൂവിന് കാത്തിരിക്കുന്നത്? ഇവിടെ റിവ്യൂ ഒന്നും നടക്കുന്നത്, ഇവിടെ ഒരു കോമാളിത്തരം ആണെങ്കിൽ. ആഹാ, കോമാളിത്തരം ഇതാരാ പറയണേ? ആറാട്ടണ്ണൻ കോമാളിത്തരം. അപ്പൊ എന്താ താൻ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് കാണിച്ചുകൊണ്ട് നടന്നത്, ഇപ്പോഴും നടക്കുന്നത്? അതിന്റെ പേരെന്താണ്? കോമാളിത്തരം നല്ലേ? ഞങ്ങൾ സാധാരണക്കാർ പറയുന്നത് കോമാളിത്തരം എന്നാണ്. നിങ്ങൾ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാർ അതിനെ എന്ത് വിളിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ബുദ്ധിജീവികൾ അവരുടെ കഴിവും പ്രയത്നവും അവരുടെ കഴിവിനനുസരിച്ചുള്ള പ്രകടനങ്ങൾ എന്നൊക്കെ പറയുമോ എന്നെനിക്കറിയില്ല. ഞങ്ങൾ സാധാരണക്കാർ അതിനെയാണ് കോമാളിത്തരം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിയേറ്ററിന് മുന്നേ വന്നിട്ട് സിനിമ കണ്ട് ഇറങ്ങിയിട്ട് ഓൺലൈൻ ചാനലുകാർ നിൽക്കുമ്പോൾ അതിൻ്റെ അടുത്തൂടെ ഇങ്ങനെ നടന്നു പോയിട്ട് ഇങ്ങനെ എത്തി നോക്കി എന്നെ വിളിക്കോ ഇപ്പോൾ വിളിക്കോ എന്നൊക്കെ നോക്കി നടക്കുന്നതിനെയാണ് ഞങ്ങൾ കോമാളിത്തരം എന്ന് പറയുന്നത്. ഓക്കെ, കിംബോയിൽ എന്ത് റിവ്യൂ കൊടുക്കുന്ന പറയുന്നത്? റിവ്യൂ ആവശ്യമില്ല, എടുത്ത് കളയണം, ഒരു ഗുണവുമില്ല. വനിതാ തിയേറ്ററിന് മുന്നിൽ കാണണം. അവിടെ വരുന്ന ആൾക്കാരോട് ഞാൻ പറയുവാണ്, ഇയാൾ ഇനി അതിൻ്റെ മുന്നിൽ വന്നിരുന്ന് ഡയലോഗ് അടിക്കുവാണെങ്കിൽ നിങ്ങൾ ചോദിക്കണം, നിനക്ക് എന്താ ഇവിടെ കാര്യം നിങ്ങൾ ചോദിക്കണം. ഇയാളെ പോലുള്ള അവസരവാദികളെ ജനങ്ങൾ തിരിച്ചറിയണം. ഇപ്പം അയാൾക്ക് ഈ പറയുന്ന സ്ഥലങ്ങളിലൊന്നും വലിയ പ്രാധാന്യം കിട്ടാത്തത് കൊണ്ട് റിവ്യൂ മോശം, റിവ്യൂവർ മോശം, റിവ്യൂ കണ്ടിട്ട് ആരും സിനിമ കാണാൻ പോകേണ്ട ആവശ്യമില്ല, റിവ്യൂ കേട്ടിട്ട് ആരും സിനിമ കാണാൻ പോകേണ്ട ആവശ്യമില്ല തുടങ്ങി ബോധം വീണ ആൾക്കാർ സംസാരിക്കുന്ന കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങി. ഇത്ര നാൾ ബോധം ഇല്ലായിരുന്നു, ഉന്മാദാവസ്ഥയിലായിരുന്നു. എന്താ ചെയ്യാം, ഇപ്പോഴാണ് ബോധം വീണത്. ആരും കോമൺ സെൻസ് ഇല്ലേ? ബാഡ് ബോയ്സ് പടം എനിക്ക് പടം ഇറങ്ങുന്ന മുമ്പേ ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായി പടം കൊള്ളില്ല. പിന്നെ ഞാൻ മാറ്റിയല്ല പറഞ്ഞത്, അതിന്റെ പോസിറ്റീവ് സൈഡ് മാത്രം പറഞ്ഞു. കാരണം ഒരുപാട് കാശ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട്. പക്ഷെ ഇവർക്ക് സിനിമ ഉണ്ടാക്കുന്നവർക്ക് ബോധം വേണ്ടേ ഈ പടം വിജയിക്കോ ഇല്ലയോ എന്ന്? അതിന് ഉണ്ണിയോട് വിളിച്ചിട്ട് എന്ത് കാര്യം? പടം ഗുണമില്ല എന്നേ കാര്യം. ഒരു പടം നന്നാവാതെ എത്ര മാർക്കറ്റ് ചെയ്തിട്ടും കാര്യമില്ല. അല്ല, ഞാൻ ചോദിച്ചു, അതേ ചോദിച്ചു വീണ്ടും ചോദിക്കാം. അശ്വിൻ കോക്ക് എന്താ റിവ്യൂ പറയാത്തത്? അത് എന്റെ പേഴ്സണൽ അടുപ്പൊക്കെ ഉണ്ടായിരിക്കും, കോമഡിയായിട്ട് അടുപ്പമുണ്ട്. ഞാനിങ്ങനെ ആലോചിച്ചു കേട്ടോ, ബാഡ് ബോയ്സിന്റെ റിവ്യൂ അശ്വിൻ കോക്ക് ചെയ്തിട്ടില്ല. ഉണ്ണിയാണെങ്കിലും ഷസാമാണെങ്കിലും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ചെയ്തു. അശ്വിൻ എന്താ ചെയ്യാത്തത് ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴാണ് ഉത്തരം കിട്ടിയത്. അത് ഒമർക്കയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ പേരിലാണ് ചെയ്യാത്തത്. അശ്വിൻ വന്നിരുന്നിട്ട് പടം കൊള്ളില്ലെന്ന് പറയാൻ പറ്റുമോ? കൊള്ളാമെന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കൊള്ളാമെന്ന് പറയാൻ പറ്റുമോ? നന്നല്ലാത്ത പടം കൊള്ളാമെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ടാണ് അശ്വിൻ കോക്ക് റിവ്യൂ ചെയ്യാത്തതെന്നാണ് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആറാട്ടെണ്ണം പറയുന്നത്. ഇനി കോക്കാണ് ഇതിന് മറുപടി പറയേണ്ടത്. കോക്ക് പറയുമോ ആവോ എനിക്കറിയില്ല. ചെയ്താ പറഞ്ഞിട്ടില്ലല്ലോ, മറ്റേ ഉണ്ണിലോക ശശാമൻ പറഞ്ഞു. നമ്മളുടെ സീക്രട്ടൈന് പോസിറ്റീവ് കൊടുത്തിരിക്കാം, ഇങ്ങനെ DNA കൊടുത്ത ആളാണ്. ഇതൊക്കെ ഇവിടെ ആര് ജെന്യൂൻ ആയിട്ടുള്ളതാ? ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാർ എന്നെ പോലെ ആൾക്കാർക്ക് അടി കൊള്ളുകയാണ്. എൻ്റെ പൊന്നെ, സീക്രട്ട് ഏജന്റ് ജെന്യൂൻ അല്ല, അശ്വിൻ കോക്ക് ജെന്യൂൻ അല്ല, ഷസാം ജെന്യൂൻ അല്ല, ഉണ്ണി വ്ലോഗ് ജെന്യൂൻ അല്ല, ഇവരാരും ജെന്യൂൻ അല്ല. ഞാനാണ് ജെന്യൂൻ. പക്ഷേ എന്നെപ്പോലുള്ള ആൾക്കാർ അടിയും കൊണ്ട് നടക്കുകയാണ്. ആറാട്ടെണ്ണന്റെ വാക്കുകളാണ്. അശ്വിൻ കോക്ക് സാധാരണ അങ്ങനെ ചെയ്യാറില്ലല്ലോ. അശ്വിൻ കോക്കിന് അമറുമായിട്ട് നല്ല അടുപ്പമുണ്ട്. അത് വൺഡേ ഫാൻ ഫൈറ്റ് ക്ലബ്ബാണ്, അതുപോലെ പരിചയമുണ്ട്. അതുകൊണ്ട് പുള്ളി കൊടുക്കാത്ത, അതുകൊണ്ടല്ല, അത് പുള്ളിയെ പടക്കാൻ വയ്യ, അമറിലൂടെ പടക്കാൻ വയ്യ, അത്ര തന്നെ. എനിക്ക് ഈ ആങ്കറിനോടാണ് ചോദിക്കാനുള്ളത്. ഇയാൾ റിവ്യൂവിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് തൻ്റെ മുന്നിൽ നിന്നല്ലേ പറയുന്നത്? തനിക്ക് ചോദിക്കാൻ പാടില്ലേ, താൻ വന്നത് ആ രീതിയിൽ അല്ലേടോന്ന്? താൻ വന്നതും ആ രീതിക്ക് അല്ലേ, റിവ്യൂ പറഞ്ഞ അല്ലേടോന്ന് തനിക്ക് ചോദിക്കാൻ ആവില്ലായിരുന്നോ? ആങ്കറിനോടാണ് എൻ്റെ ചോദ്യം. എടോ, ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ ഗസ്റ്റ് എന്ത് പറയുന്നോ അത് വെച്ച് വേണം തിരിച്ച് ചോദ്യം ചോദിക്കാൻ. അല്ലാണ്ട് ഗസ്റ്റ് പറയുന്ന എല്ലാം തൊണ്ട തൊടാണ്ട് വിഴുങ്ങല്ല വേണ്ടത്. കഷ്ടം.
അല്ലെങ്കിൽ പുള്ളി കൊടുക്കാൻ വയ്യേ? ഉണ്ണി വ്ളോഗ്സിനാണ് ഇതേപോലെ ഉണ്ണിരാശ് കുഴപ്പമില്ല, പക്ഷെ പുള്ളി ഭയങ്കര പേടിയുള്ള ആളാന്ന് തോന്നുന്നു. പെട്ടെന്ന് പുള്ളിക്ക് പേടിയാന്ന് തോന്നുന്നു എല്ലാവരെയും. അല്ല പുള്ളി ഒരുമാതിരി ജെന്യൂനായിട്ട് റിവ്യൂ കൊടുക്കുന്ന ആൾ തന്നെയാണ്. പുള്ളി ടെക്നിക്കൽ സൈഡ് എല്ലാം പറയാറുണ്ട്, സിനിമയുടെ ടെക്നിക്കൽ സൈഡ് എല്ലാം പറയാറുണ്ട്. പുള്ളി പേടിച്ചിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്ത്. ഡിലീറ്റ് ചെയ്തോ? വീഡിയോ ഡിലീറ്റ് ചെയ്തോ? റിവ്യൂ ബാഡ് വോയിസിന്റെ റിവ്യൂ ഡിലീറ്റ് ചെയ്ത്. ഏതാ സീരിയൽ ഭർത്താവ് വിളിച്ചു പറഞ്ഞപ്പോഴാ? അല്ല, ഭർത്താവ് വിളിച്ചു പറഞ്ഞപ്പോ. എന്തിനാ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം? പുള്ളിക്ക് പേടിയുള്ള മനസ്സിലാവും. അപ്പോൾ സാറെന്തിനാണാവോ മറ്റേ മാഡം വിളിച്ച് പറഞ്ഞപ്പോൾ റിവ്യൂ മാറ്റി പറഞ്ഞത്, താങ്കൾ പറഞ്ഞ അഭിപ്രായം മാറ്റി പറഞ്ഞത്? പോസിറ്റീവ് സൈഡ് എന്തിനാ കുത്തി കയറ്റിയത്? എന്തിനു വേണ്ടിയായിരുന്നു? അത് മാനുഷിക പരിഗണന. ഉണ്ണി വ്ളോഗ്സ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്തപ്പോൾ അത് പേടിച്ചിട്ട് അല്ലേ? താനിട്ടാൽ ബർമുഡ, ഉണ്ണി ഇട്ടാൽ ട്രൗസർ. ഉണ്ണിലോ എന്നോ ചെയ്താലും പറഞ്ഞു അവന്റെ പേടിയുള്ള മനസ്സിലാവും. പോക്കാണെങ്കിൽ അങ്ങനെ കളയുന്നില്ല. പോക്കേശ മാരിവലിന് കളഞ്ഞു. ശരി, മാരിവലിന് സിനിമ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് എത്രയോ പടം നന്നായിട്ട് ഓടുന്നു, അവിടെ റിവ്യൂസ് കുറ്റം പറയുന്നില്ലല്ലോ. റിവ്യൂയുടെ ആവശ്യമില്ല, ഞാൻ പറഞ്ഞില്ലേ, ഈ റിവ്യൂയുടെ ഒരു ഗുണവും ഇല്ല. അത് നമ്മളെന്താ ഓരോരുത്തർക്ക് ഓരോ സ്വാതന്ത്ര്യമല്ലേ, ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റ് അല്ലേ. ഇയാൾക്ക് ഇഷ്ടപ്പെട്ടതാണ് വേറെ ആൾക്ക് ഇഷ്ടപ്പെട്ടു കൂടെ പടം. അതാ പറ, പിന്നെ എന്താ റിവ്യൂയുടെ ആവശ്യം? ഇയാളുടെ അഭിപ്രായം എന്തെങ്കിലും കേൾക്കണം? ഇയാളുടെ അഭിപ്രായം കേൾക്കേണ്ട ആവശ്യം എന്താണ്? ഇയാൾക്ക് ചിലപ്പോൾ ഇപ്പൊ കോക്ക്, കണ്ണൂർ സ്ക്വാഡ്, കാതല, ബീസ് നെഗറ്റീവ് ഓടി പടം ഓടിയില്ലേ? ഇവർ പറയുന്നത് റിവ്യൂ അല്ല, ഇത് നല്ല റിവ്യൂ, ഇത് അഭിപ്രായമാണ്. എന്നോട് ടിനു പാപ്പച്ചൻ ഒരിക്കൽ പറഞ്ഞു, ഞാനും പെരേരയിൽ പറയുന്ന റിവ്യൂ അല്ല, ഒരു അഭിപ്രായമാണ്. അത് ആ രീതിയിൽ എടുത്താൽ മതി. അത് ആറാട്ടണ്ണന് ടിനു പാപ്പച്ചൻ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഞാനും പെരേരയും പറഞ്ഞതൊന്നും റിവ്യൂ അല്ല, അത് വെറും അഭിപ്രായം മാത്രമാണ്. പിന്നെ ഇനി താൻ റിവ്യൂ പറയാൻ വേണ്ടി ഈ പറയുന്ന തിയേറ്ററുകളുടെ മുന്നിൽ പോയി നിൽക്കരുത് ഇത്തരത്തിൽ സംസാരിച്ചിട്ട്. പിന്നെ അപ്പോ താൻ വാക്കുകൾ മാറ്റുന്ന ഒരാളായതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല ഇതിലൊന്നും. അപ്പോൾ വാക്കുകൾ മാറ്റുന്ന ഒരാളായതുകൊണ്ട് വലുതായിട്ട് ആരും മൈൻഡ് ചെയ്യുന്നില്ല. അതിൻ്റെ ഫ്രസ്ട്രേഷനാണ് ഈ കാണിക്കുന്നത് മുഴുവൻ. എന്തായാലും ഇനി കുറച്ചുകൂടെ ഉണ്ട്, ഞാനത് പ്ലേ ചെയ്യുന്നില്ല, എനിക്ക് കേട്ട് മടുത്തു സത്യമായിട്ട്. അപ്പോൾ ആറാട്ടണ്ണ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം, നിങ്ങൾക്ക് ബോധം വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങൾ ഇനി റിവ്യൂ ചെയ്യരുത്, നിങ്ങൾ അഭിപ്രായം പറയരുത്. നിങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ അത് റിവ്യൂ ആയിട്ട് മാറും. നിങ്ങൾ ജെന്യൂൻ ആയിട്ട് പറയുന്ന ആളല്ലേ. അപ്പോൾ നിങ്ങൾ ജെന്യൂൻ ആയിട്ട് പറയുമ്പോൾ നിങ്ങൾ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ ആൾക്കാർ സിനിമ കാണില്ല, സിനിമ പൊട്ടി പോകുന്നേ. അതുകൊണ്ട് നിങ്ങൾ ഇനി സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം, മിണ്ടരുത്. ഇന്ത്യ പോയി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണ് എനിക്ക് മുന്നോട്ട് വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എന്തായാലും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതൊരു തമാശയായിട്ട് കണ്ടാൽ മതി കേട്ടോ. പുള്ളിനെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ചില നേരത്തെ സംസാരം കേൾക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കൊടുത്തില്ലെങ്കിൽ ശരിയാവില്ല. എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ്, വേറൊന്നുമല്ല. ബൈ.